ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. രാജ്യത്തെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗിനെക്കുറിച്ച് പരാമർശിക്കാതെയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ AIFF തങ്ങളുടെ 2025-26 വർഷത്തിലെ മത്സര കലണ്ടർ പുറത്തിറക്കിയത്. 2025 ഡിസംബറിന് ശേഷം ISL തുടരുമോ എന്നതിനെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വം ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്നു. ISLന്റെ വാണിജ്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന റിലയൻസ് സ്റ്റാർ സംയുക്ത സംരംഭമായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും FSDL AFFും തമ്മിലുള്ള മാസ്റ്റർ റൈറ്റ്സ് കരാർ MRA അവസാനിക്കുന്ന സമയത്താണ് ഈ ഒഴിവാക്കൽ കൂടെ ഉണ്ടാകുന്നത്. 2010-ൽ ഒപ്പുവെച്ച 15 വർഷത്തെ കരാർ ഈ ഡിസംബറിൽ അവസാനിക്കാൻ ഒരുങ്ങുകയാണ്. IFF ഭരണഘടനയെക്കുറിച്ചുള്ള സുപ്രീം കോടതി വിധി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ദി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് MRAയുടെ ഭാവി സംബന്ധിച്ച് തീരുമാനമാകാതെ 2025-26 ISL സീസൺ ആരംഭിക്കില്ലെന്ന് FSDL ഉദ്യോഗസ്ഥർ ക്ലബ്ബുകളെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ കരാർ പ്രകാരം FSDL AFFന് പ്രതിവർഷം 50 കോടി രൂപ അല്ലെങ്കിൽ മൊത്തം വരുമാനത്തിന്റെ 20%, ഇതിൽ ഏതാണോ കൂടുതൽ അത് നൽകണം. പുതുക്കിയ MRAയെക്കുറിച്ച് ഇതുവരെ വ്യക്തതയില്ലാത്തതും നിലവിലുള്ള നിയമനടപടികളും കാരണം ഔദ്യോഗിക കലണ്ടറിൽ നിന്ന് ISL ഒഴിവാക്കിയത് ലീഗിന്റെ നിലനിൽപ്പിനെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. AFFന്റെ 2025-26 കലണ്ടറിൽ ഉൾപ്പെടുന്നവ: ഡ്യൂറാന്റ് കപ്പ് 2025 ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 23 വരെ, സൂപ്പർ കപ്പ്, ഫെഡറേഷൻ കപ്പ് 2025 സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ, ഐ ലീഗ് 2025 ഒക്ടോബർ 19 മുതൽ 2026 ഏപ്രിൽ 30 വരെ, ഇന്ത്യൻ വനിതാ ലീഗ് 2025 ഒക്ടോബർ 25 മുതൽ 2026 ഏപ്രിൽ 30 വരെ, സന്തോഷ് ട്രോഫി, എലൈറ്റ് യൂത്ത് ലീഗ്, ബീച്ച് സോക്കർ, മറ്റ് ആഭ്യന്തര ടൂർണമെന്റുകൾ എന്നിവയാണ്.